ഹായ് ഫ്രണ്ട്സ്, ഞാൻ അനിൽകുമാർ. ലൈഫ് ഈസ് PSC കോച്ചിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എക്സാമിന് വേണ്ടി വിഷയാടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന ക്ലാസ്സുകളുടെ പാർട്ട് 4 ആണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൻ്റെ പാർട്ട് 3 മുകളിലെ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. PSC പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ തവണ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കാണ് വിവരാവകാശ നിയമം 2005. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ക്ലാസ്സിൽ വിവരാവകാശ നിയമത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. വിവരാവകാശ നിയമം 2005. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയത് 2005 ജൂൺ 15-നാണ്. വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയത് 2005 ജൂൺ 15. വിവരാവകാശ നിയമം ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വന്നത് 2005 ഒക്ടോബർ 12-നാണ്. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ഇന്ത്യയിൽ നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12-നാണ്. വിവരാവകാശ നിയമത്തിൻ്റെ പരിഷ്കൃത രൂപം അഥവാ മോഡിഫൈഡ് ഫോം ഇന്ത്യയിൽ പാസ്സാക്കിയത് 2011 ഫെബ്രുവരി 11-നാണ്. വിവരാവകാശ നിയമം നടപ്പിലാക്കിയ ആദ്യ രാജ്യം സ്വീഡനാണ്. വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വരുന്ന ആദ്യ രാജ്യം സ്വീഡനാണെങ്കിൽ അടുത്ത ചോദ്യം ഇന്ത്യ എത്രാമത്തെ രാജ്യമാണെന്നാണ്. 55-ാമത്തെ രാജ്യം. അപ്പോൾ വിവരാവകാശ നിയമം നടപ്പിലാക്കുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? 55. വിവരാവകാശ നിയമം നടപ്പിലാക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം തമിഴ്നാടാണ്. 1997-ലാണ് തമിഴ്നാട്ടിൽ വിവരാവകാശ നിയമം നടപ്പിലാക്കുന്നത്. വിവരാവകാശ നിയമം ബാധകമല്ലാത്ത ഏക ഇന്ത്യൻ സംസ്ഥാനം ജമ്മു കാശ്മീരാണ്. ഒരുപാട് പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ളതാണ് വിവരാവകാശ നിയമം ബാധകമല്ലാത്ത ഏക ഇന്ത്യൻ സംസ്ഥാനം. അത് ജമ്മു കാശ്മീരാണ്. വിവരാവകാശ നിയമപ്രകാരം കൃത്യമായി വിവരം നൽകുന്നതിൽ വീഴ്ച വരുത്തിയ PIOയ്ക്കെതിരെ ജാമ്യമില്ലാ വാറണ്ട് പുറപ്പെടുവിച്ച ആദ്യ സംസ്ഥാനം ഏതാണ്? അരുണാചൽ പ്രദേശ്. ടെലിഫോണിലൂടെ അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം ഉത്തർപ്രദേശുമാണ്. അടുത്തതായി വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്ന സ്ഥാപനങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഭരണഘടനാ പ്രകാരമോ ലോക്സഭയിലോ നിയമസഭകളിലോ പാസാക്കിയ ഏതെങ്കിലും നിയമം വഴിയോ സർക്കാർ പുറപ്പെടുവിക്കുന്ന വിജ്ഞാപനം വഴിയോ നിലവിൽ വന്നിട്ടുള്ള എല്ലാ സ്ഥാപനങ്ങളും കൂടാതെ സർക്കാരിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ സഹായധനം ലഭിക്കുന്ന സർക്കാർ ഇതര സംഘടനകളും വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ പെടും. ഇനി വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ പെടാത്ത സ്ഥാപനങ്ങളാണ് സെൻട്രൽ ഇൻ്റലിജൻസും സെക്യൂരിറ്റി ഏജൻസികളും. അപ്പോൾ സെൻട്രൽ ഇൻ്റലിജൻസും സെക്യൂരിറ്റി ഏജൻസികളും വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ വരില്ല. ഇനി നമുക്ക് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ സമർപ്പിക്കേണ്ടത് ആർക്കാണെന്ന് നോക്കാം. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ സമർപ്പിക്കേണ്ടത്. നേരത്തെ ഞാൻ പറഞ്ഞ PIOയുടെ പൂർണ്ണരൂപം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ എന്നാണ്. എല്ലാ സർക്കാർ ഓഫീസുകളിലും പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർമാർ ഉണ്ടാവും. ഒരു ഓഫീസിലെ ഏറ്റവും ഉയർന്ന തസ്തികയിലുള്ള ഉദ്യോഗസ്ഥനായിരിക്കും എപ്പോഴും പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ. അദ്ദേഹത്തിൻ്റെ തൊട്ട് താഴത്തെ തസ്തികയിലുള്ള ഉദ്യോഗസ്ഥൻ അസിസ്റ്റൻറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറും ആയിരിക്കും. അടുത്തത് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ സമർപ്പിക്കുമ്പോൾ അടയ്ക്കേണ്ട ഫീസാണ്. 10 രൂപയാണ് ഫീസ്. ഈ അപേക്ഷാ ഫീസ് 10 രൂപ നമ്മൾ എങ്ങനെയാണ് അടയ്ക്കേണ്ടതെന്ന് നിങ്ങൾക്കറിയാമോ? സാധാരണ രീതിയിൽ അപേക്ഷ സമർപ്പിക്കുമ്പോൾ അപേക്ഷയുടെ മുകളിലായി 10 രൂപ വിലയുള്ള കോർട്ട് ഫീ സ്റ്റാമ്പ് പതിച്ചാണ് നമ്മൾ അപേക്ഷ സമർപ്പിക്കുന്നത്. എന്നാൽ ഫീസിന് ഇളവുള്ള വിഭാഗമുണ്ട്. BPL വിഭാഗത്തിലുള്ള ആളുകൾക്ക് അപേക്ഷാ ഫീസ് സമർപ്പിക്കേണ്ട കാര്യം ഇല്ല.
അടുത്തത് വിവരാവകാശ നിയമപ്രകാരം മറുപടി ലഭിക്കേണ്ട സമയപരിധിയാണ്. വിവരാവകാശ നിയമപ്രകാരം നമ്മളൊരു സർക്കാർ ഓഫീസിൽ അപേക്ഷ സമർപ്പിച്ചാൽ നമുക്ക് 30 ദിവസത്തിനുള്ളിൽ മറുപടി ലഭിച്ചിരിക്കണം. 30 പ്രവൃത്തി ദിവസമല്ല, 30 ദിവസമാണ്. ഇപ്പോൾ മറുപടി നൽകേണ്ട ആൾ ആരാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു, അപേക്ഷ സമർപ്പിക്കേണ്ടത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കും അസിസ്റ്റൻ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കുമാണ്. ഈ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് സമർപ്പിക്കുന്ന അപേക്ഷ 30 ദിവസത്തിനുള്ളിൽ മറുപടി ലഭിച്ചിരിക്കണം. എന്നാൽ അസിസ്റ്റൻ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് നൽകുന്ന അപേക്ഷയ്ക്ക് 35 ദിവസത്തിനുള്ളിൽ നമുക്ക് മറുപടി നൽകിയാൽ മതി. എന്നാൽ വളരെ പ്രധാനപ്പെട്ടൊരു വസ്തുത, ജീവനും സ്വത്തിനും ഭീഷണിയുള്ള വിവരങ്ങളാണ് ലഭ്യമാക്കേണ്ടതെങ്കിൽ അത് 48 മണിക്കൂറിനുള്ളിൽ നൽകാൻ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ബാധ്യസ്ഥനാണ്. ലൈഫ് ഓർ ലിബർട്ടി ഓഫ് എ പേഴ്സൺ, ജീവനും സ്വത്തിനും ഭീഷണിയുള്ള വിവരങ്ങളാണ് അപേക്ഷകന് അറിയേണ്ടതെങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ ആ വിവരങ്ങൾ നൽകാൻ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ബാധ്യസ്ഥനാണ്. വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച അപേക്ഷയിൽ മറുപടി നൽകുന്നതിൽ വീഴ്ച വരുത്തുന്ന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അടയ്ക്കേണ്ട പിഴയെക്കുറിച്ചാണ് ഇനിയും പറയുന്നത്. മറുപടി നൽകേണ്ടത് 30 ദിവസത്തിനുള്ളിലാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ മറുപടി നൽകുന്നതിന് വീഴ്ച വരുത്തുന്ന ഓരോ ദിവസത്തിനും 250 രൂപ വീതം പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ പിഴയായി അടയ്ക്കണം. ഇങ്ങനെ പിഴയായി അടയ്ക്കുന്ന തുക പരമാവധി 25,000 രൂപയായി നിജപ്പെടുത്തിയിട്ടുണ്ട്. അടുത്തത് അപ്പീൽ സമർപ്പിക്കുന്നതിനെക്കുറിച്ചാണ്. വിവരാവകാശ നിയമപ്രകാരം നമ്മളൊരു സർക്കാർ ഓഫീസിൽ അപേക്ഷ സമർപ്പിച്ചു, നമുക്ക് സമയപരിധിക്കുള്ളിൽ തന്നെ മറുപടിയും ലഭിച്ചു. എന്നാൽ നമുക്ക് ലഭിച്ച മറുപടി തൃപ്തികരമല്ലെങ്കിൽ നമുക്ക് അപ്പീൽ സമർപ്പിക്കാവുന്നതാണ്. 2 തരം അപ്പീലാണുള്ളത്, ഫസ്റ്റ് അപ്പീലും സെക്കൻഡ് അപ്പീലും. ഫസ്റ്റ് അപ്പീൽ സമർപ്പിക്കുന്നത് നമുക്ക് മറുപടി നൽകിയ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് തൊട്ട് മുകളിലുള്ള ഉദ്യോഗസ്ഥനാണ്. ഉദാഹരണത്തിന് നമ്മളൊരു വില്ലേജ് ഓഫീസിലാണ് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ സമർപ്പിച്ചതെങ്കിൽ നമുക്ക് മറുപടി നൽകുന്നത് ആരായിരിക്കും? വില്ലേജ് ഓഫീസറായിരിക്കും. ആ മറുപടിയിൽ നമ്മൾ തൃപ്തനല്ലെങ്കിൽ നമുക്ക് ഫസ്റ്റ് അപ്പീൽ സമർപ്പിക്കുന്നത് വില്ലേജ് ഓഫീസറുടെ തൊട്ട് മുകളിലുള്ള ഉദ്യോഗസ്ഥനായ തഹസിൽദാർക്ക് ആയിരിക്കും. ഇങ്ങനെ ഫസ്റ്റ് അപ്പീൽ കൊടുക്കുന്നതിന് ഒരു സമയപരിധിയുണ്ട്. ആദ്യ മറുപടി നമുക്ക് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിൽ നിന്നും ആദ്യ മറുപടി ലഭിച്ച് 30 ദിവസത്തിനുള്ളിൽ നമ്മൾ ഫസ്റ്റ് അപ്പീൽ കൊടുത്തിരിക്കണം എന്നതാണ് വ്യവസ്ഥ. അങ്ങനെ കൊടുക്കുന്ന ഫസ്റ്റ് അപ്പീലിന് നമുക്ക് മറുപടി 45 ദിവസത്തിനുള്ളിലാണ് ലഭിക്കേണ്ടത്. അടുത്തത് സെക്കൻഡ് അപ്പീലിന് സമർപ്പിക്കുന്നതിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ മറുപടിയിൽ നമ്മൾ തൃപ്തനല്ല, അങ്ങനെ നമ്മൾ ഫസ്റ്റ് അപ്പീൽ സമർപ്പിച്ചു. ഈ ഫസ്റ്റ് അപ്പീലിന് നമുക്ക് തഹസിൽദാർ നൽകിയ മറുപടിയിലും നമ്മൾ തൃപ്തനല്ലെങ്കിൽ നമുക്ക് സെക്കൻഡ് അപ്പീൽ സമർപ്പിക്കാവുന്നതാണ്. ഇങ്ങനെ സെക്കൻഡ് അപ്പീൽ സമർപ്പിക്കുന്നത് സ്റ്റേറ്റ് ഇൻഫർമേഷൻ ഓഫീസർക്കോ അല്ലെങ്കിൽ സെൻട്രൽ ഇൻഫർമേഷൻ ഓഫീസർക്കോ ഇതിൽ രണ്ടിൽ ആർക്കെങ്കിലും ഒരാൾക്കാണ് നൽകുന്നത്. നമുക്ക് ഫസ്റ്റ് അപ്പീലിൻ്റെ മറുപടി ലഭിച്ച് 90 ദിവസത്തിനുള്ളിൽ നമുക്ക് സെക്കൻഡ് അപ്പീൽ സമർപ്പിക്കാവുന്നതാണ്. ഈ സെക്കൻഡ് അപ്പീലിനുള്ള മറുപടി ലഭിക്കുന്നതിനുള്ള സമയപരിധി എത്രയെന്ന് നിജപ്പെടുത്തിയിട്ടില്ല. വിവരാവകാശ നിയമപ്രകാരം എത്ര വർഷം വരെയുള്ള വിവരങ്ങളാണ് നമുക്ക് ആവശ്യപ്പെടാൻ കഴിയുന്നത്? ഇപ്പോൾ 20 വർഷം വരെയുള്ള വിവരങ്ങൾ മാത്രമേ നമുക്ക് വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെടാൻ പറ്റുകയുള്ളൂ. വിവരാവകാശ നിയമപ്രകാരം മറുപടി ലഭിക്കുന്നതിന് അധിക ഫീസ് എന്തെങ്കിലും അടയ്ക്കേണ്ടി വരുമോ? ചില സാഹചര്യങ്ങളിൽ നമുക്ക് അങ്ങനെ വരാറുണ്ട്. ഉദാഹരണത്തിന് ഒരു ഓഫീസിൽ നമ്മൾ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ സമർപ്പിച്ചത് ഒരു ഫയലിൻ്റെ പകർപ്പ് ലഭിക്കുന്നതിനാണെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ ആ പകർപ്പിൻ്റെ കോപ്പി എടുത്ത് നമുക്ക് തരുന്നതിന് ആ കോപ്പിക്ക് നമ്മൾ അധിക ഫീസ് അടയ്ക്കേണ്ടി വരും. അതിന് വ്യക്തമായ കണക്കുകളുണ്ട്. ഓരോ പേപ്പറിന്, അതായത് A4 സൈസ് പേപ്പറിന് 2 രൂപ പ്രകാരവും A3 സൈസിൽ ആണ് എടുക്കുന്നതെങ്കിൽ, A3 സൈസ് അറിയാമല്ലോ, വലിയ സൈസിലുള്ള പേപ്പർ, ആ പേപ്പറിലാണെങ്കിൽ ഒരു ഷീറ്റിന്
4 രൂപ പ്രകാരവും നമ്മൾ ഫീസ് അടയ്ക്കേണ്ടി വരും. ചില സാഹചര്യങ്ങളിൽ നമുക്ക് ഡിജിറ്റൽ രൂപത്തിലുള്ള വിവരങ്ങളാണ് വേണ്ടതെങ്കിൽ അത് CD-യിലാക്കി നമുക്ക് ലഭിക്കും. അങ്ങനെ ലഭിക്കുന്നതിന് ഒരു CD-ക്ക് 50 രൂപ പ്രകാരവും നമ്മൾ അധികമായി അടയ്ക്കേണ്ടി വരും. എന്നാൽ ചില സന്ദർഭങ്ങളിൽ നമുക്ക് ആവശ്യമുള്ള രേഖകളുടെ പകർപ്പ് ആവശ്യമില്ല. എന്നാൽ അതൊക്കെ ഒന്ന് നേരിട്ട് കണ്ട് പരിശോധിച്ച് എഴുതിയെടുക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നമുക്ക് ആ സർക്കാർ ഓഫീസിൽ അവർ പറയുന്ന ഒരു സമയത്ത് ചെല്ലുകയാണെങ്കിൽ നമുക്ക് നേരിട്ട് പരിശോധിക്കാവുന്നതാണ്. ഇങ്ങനെ പരിശോധിക്കുമ്പോൾ ആദ്യത്തെ 1 മണിക്കൂർ നമുക്ക് സൗജന്യമായി അവിടുത്തെ രേഖകൾ പരിശോധിച്ച് നോക്കാം. എന്നാൽ പിന്നീടുള്ള ഓരോ മണിക്കൂറിനും നമ്മൾ 10 രൂപ പ്രകാരം അധികമായി ഫീസ് അടയ്ക്കേണ്ടി വരും. വിവരാവകാശ നിയമത്തിൻ്റെ കേസുകൾ കൈകാര്യം ചെയ്യുന്ന കോടതികൾ സുപ്രീം കോടതിയും ഹൈക്കോടതിയുമാണ്. വിവരാവകാശ നിയമത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്നൊരു നിയമമുണ്ട്. ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002 ആണ് വിവരാവകാശ നിയമത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന നിയമം. വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വരാൻ കാരണമായ സംഘടന കിസാൻ മസ്ദൂർ ശക്തി സംഘടനയാണ്. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വരാൻ കാരണമായ സംഘടന കിസാൻ മസ്ദൂർ ശക്തി സംഘടന. ഈ സംഘടന സ്ഥാപിച്ചത് അരുണ റോയ് ആണ്. രാജസ്ഥാനിലാണ് അരുണ റോയ് കിസാൻ മസ്ദൂർ ശക്തി സംഘടന സ്ഥാപിച്ചത്. ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം വിവരാവകാശ നിയമമാണ്. വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട് തന്നെയുള്ള ഭാഗമാണ് വിവരാവകാശ കമ്മീഷനുകൾ. അപ്പോൾ വിവരാവകാശ കമ്മീഷനുകളെക്കുറിച്ചുള്ള ക്ലാസ് ഞാൻ കമ്മീഷനുകളെക്കുറിച്ച് പ്രത്യേക ക്ലാസ് നിങ്ങൾക്ക് തരുന്നുണ്ട്. അതിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. എൻ്റെ ക്ലാസ്സുകൾ ഇഷ്ടമാകുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. താങ്ക് യു.